ഗായ്സ് ഇറ്റ്സ് സ്വീറ്റ് റിയ ടോക്സ്. ഗായ്സ് ഞങ്ങളെ കൂട്ടത്തിൽ ഒരു പീസ് വെള്ളത്ത് പോയി ഗായ്സ്. ഞങ്ങൾ അപ്പൂന് കാലിൽ ചെറിയ എന്തോ ഒരു പരിക്ക് പറ്റിയിട്ട് കെട്ടിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഇരിക്കായിരുന്നു ഇത് പറഞ്ഞ സമയത്ത്. അപ്പോൾ ഫോൺ വന്നപ്പോൾ ഞങ്ങൾ വെറുതെ ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. പോയി നോക്കണ്ട. ഓനും കണ്ണനും കൂടിയാണ് കാല് കെട്ടിക്കാൻ വേണ്ടി പോയത്. ഞങ്ങളിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ ഞങ്ങളും പോവാന്ന്. അപ്പും കണ്ണനും കൂടെ കാല് കെട്ടിക്കാൻ പോയി നടന്നപ്പോ തന്നെ ഞങ്ങളും വണ്ടി എടുത്തിറങ്ങി. ബൈക്ക് കാണുന്നവരോടൊക്കെ വണ്ടി നിർത്തി വർത്താനം പറയാനുള്ളത് വളരെ ഹോബിയാണ്. മൂപ്പരോട് വർത്താനൊക്കെ പറഞ്ഞ് വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോ വണ്ടിക്ക് ഹോണില്ലാന്നും ബ്രേക്ക് കുറവാന്നൊക്കെ പറഞ്ഞ് ഇന്ന് ചീത്തറിഞ്ഞോണ്ടിരിക്കുകയാണ് ഓള്. വണ്ടിക്ക് ഹോണില്ലാത്ത ഞോക്കൊരു ബുദ്ധിമുട്ടാവണ്ട വിചാരിച്ചിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന വിധം ഞാൻ ബെല്ലൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട്. കാല് കെട്ടിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞപ്പോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഏതോ കളരിപ്പറമ്പ ചികിത്സാ കേന്ദ്രത്തിലേക്കൊക്കെയാണ് പോകുന്നത്. പക്ഷെ എമ്പളാ നാട്ടിൽ തന്നെ ഉള്ളൊരു നാട്ടുവൈദ്യുണ്ട് മുസ്തഫ. മൂപ്പര വീട്ടിലേക്കാണ് ഞങ്ങൾ പോയത്. കണ്ടോ ഞങ്ങള് ആലുവ മണപ്പുറത്ത് പരിചയമില്ലാത്ത പോലെ ഇരിക്കുന്നു. കാലിന് നല്ലോണം ഇങ്ങോട്ട് കാലൊക്കെ നല്ല വേദനയാക്കുന്നു വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ആ കാഴ്ച കാണാൻ ഉള്ളിലേക്ക് പോയത്. പക്ഷെ മൂപ്പരൊന്നും ചെയ്തില്ല. മരുന്നൊക്കെ വെച്ച് കെട്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോ അങ്ങോട്ട് പോകുമ്പോ ഇല്ലാത്തൊരു ഞൊണ്ടലേനി ഓൻ ഇങ്ങോട്ട് വരുമ്പോ. മരുന്നിന്റെ മണവും കളറും ഒക്കെ കൂടി ആയിട്ട് കുട്ടീനെ കാലുമൊക്കെ എടുത്തിട്ട് അപ്പിടിച്ച ഒരു അവസ്ഥയാണ് ഓന്റെ കാലുമലേക്ക് പോകുമ്പോ. കാല് കെട്ടി ഓനെക്കാളും ക്ഷീണേനി ഞങ്ങൾ കണ്ടു നോക്ക്. അതിനെക്കൊണ്ട് തന്നെ പൂവാട്ടുമ്പുള്ള തൂബ ബേക്കറി പോയിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് വരാന്ന് വിചാരിച്ചു. പോകുമ്പോ ചായ എന്നൊക്കെ പറഞ്ഞെങ്കിലും ആദ്യത്തേരെ പിന്നെ മിൽക്കായി, ഫ്രൂട്ട് സലാഡായി, പപ്സായി, പിന്നെ അവര് വലിയ ബില്ലുമായി. വരുന്ന വഴിക്ക് പോലീസിനെ കണ്ടതിനെ കൊണ്ട് അപ്പു കണ്ണനും വേറെ ഏതോ വഴിക്ക് പോയി. ഞങ്ങൾ നേരെ വീട്ടിലേക്കും പോന്നു.